everyone, good evening. I know it's been a few days since I put a mandala video together. It's not because of something, and I was keeping on traveling in this traveling schedule. നമ്മളുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഫുൾ റൊട്ടീൻ തന്നെ മാറുകയാണ്, and that sort of affected me and I was dealing with those things. അതുകൊണ്ടാണ് കുറച്ച് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഐ എം സോറി, ചില സമയം ലൈറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. മൈ കോച്ചിങ് ഹോം, സോ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല. ടോക്കിംഗ് അബൌട്ട് സ്റ്റുഡിയോ, നമ്മുടെ ന്യൂ സ്റ്റുഡിയോ ഈസ് ഓൾസോ ഇൻ പ്രോഗ്രസ് നാട്ടിൽ. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ ലൈവ് സെഷൻസ്, നാളത്തെ ലൈവ് സെഷൻ അല്ല, സാറ്റർഡേ പോലുള്ള ലൈവ് സെഷൻ പ്രോബബ്ലി നമ്മുടെ ന്യൂ പ്ലേസിൽ വെച്ചിട്ടായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യെസ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നേ പ്രാക്ടീസിനായിട്ട് ഞാൻ തരുന്നതാണ്. നമ്മൾ മുന്നേ നോർമൽ കുറേ ഡിസൈൻ വർക്ക്സ് ഉള്ള മണ്ഡലയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാവ് ദ സെൻറ്റർ പോയിന്റ് ഹിയർ. അതിനെ വെച്ചിട്ട് ജസ്റ്റ് ഗോണ ഡ്രോ ദ ഞാൻ ഫസ്റ്റ് ലാസ്റ്റത്തെ റോ ആണ് വരയ്ക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് എത്ര സ്പേസ് കിട്ടുമോ എന്നുള്ളത് അറിയാനാണ്. ഫുൾ പേജ് വരയ്ക്കുമ്പോൾ ദിസ് ഇസ് എ സ്പേസ് ആൻഡ് ഗെറ്റിംഗ്. സോ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് വരുന്ന എത്ര ലെയേഴ്സ് വരണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതിന് ഞാൻ നേരെ സ്ട്രെയിറ്റ് ചെറുതാക്കി കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെരി ബേസിക് ആയിട്ടുള്ളതാണ് വരച്ചു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് ഗ്യാപ്പ്, ഒരു 1 സൈഡ് ഇവിടെ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ, ആ ഒരു 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വരച്ചു. അത് കഴിഞ്ഞ് അഗൈൻ സെയിം 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഈ ഓരോ സർക്കിൾസും തമ്മിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഉള്ളത്. പിന്നെ ഉള്ളത് കുറച്ച് വലുപ്പത്തിൽ വരച്ചിട്ടുണ്ട്, ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ. അത് കഴിഞ്ഞ് ഇവിടെ അഗൈൻ ചുമ്മാ ചെറുതാക്കണം കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ പറയണം, എനിക്കപ്പോൾ കറക്റ്റ് പേജ് ആവും. അപ്പോൾ നമുക്ക് എത്ര ലൈൻസ് ഉള്ളത്? 1 2 3 4 5 6. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു കാര്യം വിട്ടുപോയാൽ നമ്മൾ ഇതിൻ്റെ ലൈൻസ് വരയ്ക്കണം. ഈ ഒരു റോയിലോട്ടും ഈ ഒരു റോയിലോട്ടും ഞാനിതിൻ്റെ ഒരു ഓൾമോസ്റ്റ് സെൻറ്ററും കൂടി എടുക്കുന്നുണ്ട്, 2 സൈഡിലോട്ടും. ഇത്രയും ആയിട്ട്. സോ വി ഹാവ് 8 പ്ലേസസ്. പ്ലേസസിൽ ഉണ്ടായിരിക്കുന്ന ബ്ലാക്ക് എൻ്റെ മാർക്കറാണ് ഞാൻ എടുക്കുന്നത്. സ്കെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത്രയും വരച്ചു. ഇനി ഞാനിതിൻ്റെ ഉള്ളിൽ കൊടുക്കാണ് നമ്മൾ മുമ്പ് വരച്ച പോലെ ഇങ്ങനെ 2 ഈ ഒരു പാറ്റേണാണ്. ഇത് പാറ്റേൺ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയും, ഞാൻ ഇതിൽ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാനായിട്ട്. ഒരു പോയിൻ്റ് വരെ ഇങ്ങനെ കൊണ്ടുപോവുക, ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ എത്താനാകുമ്പോൾ നിങ്ങളിങ്ങനെ ജോയിൻ ചെയ്താൽ പോകും. നമുക്ക് അവിടെ ചെറിയ ഗ്യാപ്പ് വരും. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ്. ഇനി ഇതിനുള്ളിൽ ഞാൻ ഒരു നൈസ് ഒരു ലൈലാക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ലൈലാക്ക്, എക്സാക്ട്ലി ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ പാരലലി ഞാൻ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് എറർ കാണിക്കുന്നു. സോ ഇന്ന് മുതൽ ഡെയിലി നമ്മളുടെ ഡെയിലി വരുന്ന വീഡിയോസും ഉണ്ടാവും, അല്ലാതെ പഴയ ഒരു വീഡിയോ ഡെയിലി വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് എഡിറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. വലിയ ലോങ് വീഡിയോസ് അല്ലേ, അപ്പോൾ ഐ ഹാഡ് ടു സ്പെൻഡ് സോ മച്ച് ടൈം ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ കുറേ പണികളിൽ ഞാൻ സ്റ്റക്കായിരുന്നു. അതുകൊണ്ടാണ് 1-2 ദിവസം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇടാൻ പറ്റാതെ ഇരുന്നത്. പിന്നെ ബോഹുവിൻ്റെ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ വെച്ച് മറന്നു പോവുകയും ചെയ്തു.
ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട്. ഇത് ലൈലാക്കാണ്. എനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടാണ്. വി യൂസിങ് ദിസ് ലൈലാക്ക് പെൻസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ 8 എണ്ണം ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ലൈനുണ്ട്. ഈ ലൈൻസൊക്കെ ആദ്യം നമുക്കൊന്ന് വരച്ച് വയ്ക്കാം, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഇതാണ് നമ്മുടെ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു ലൈൻ വെച്ചിട്ട് ഇതുവരെ ജോയിൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു സ്റ്റാർ പോലെ. ഈ സ്റ്റാർ വന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം കൂടെ വരച്ചു കൊടുക്കും. ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് ഇനി ഫിൽ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് റോ ആണ്. നെക്സ്റ്റ് റോ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമുക്കിത് ഇത് വരച്ചു കൊടുക്കാം എന്നുള്ളതാണ്. നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള സ്പൈറൽസ്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിൽ, ഒരുപാട് വലുതല്ല. സ്പൈറൽസ് ആക്ച്വലി വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വയറ്റ് ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് ഹാൻഡ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് തേർഡ് സ്റ്റെപ്പ്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മിഡ് പോയിൻ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഏകദേശം എക്സാക്റ്റ് വേണമെന്നില്ല കേട്ടോ, ഒരു ഏകദേശം മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സെൻറ്ററിലോട്ട് മാർക്ക് ചെയ്യാം.
ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇത്രയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ പെയിൻറ്റ് കൊടുക്കുകയാണ്. എനിക്കിങ്ങനെ കളർ വെച്ചിട്ട് ബ്ലാക്കിൻ്റെ കൂടെ കോമ്പിനേറ്റ് ചെയ്യുന്ന മണ്ഡലാസ് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. ഐ വാസ് ആക്ച്വലി പ്ലാനിങ് ടു ഗിവ് യു 7 ചക്ര മണ്ഡല. അത് നാട്ടിൽ പോയിട്ടായിരിക്കും മിക്കവാറും ഞാൻ, അതായത് വരുന്ന വീക്കിൽ കേട്ടോ ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അതിന് നമുക്ക് കുറച്ച് വലിയ ഷീറ്റ് വേണം. ഐ ഓൾറെഡി ഷീറ്റൊക്കെ അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്തില്ല ട്രാവൽ ചെയ്യുന്ന ടൈം. ഐ വാസ് ഹോപ്പിംഗ് ടു ഒരു ഷോർട്ട് വിസിറ്റായിരുന്നു ഹോപ്പ് ചെയ്തിരുന്നു. ബട്ട് ദിസ് ഇസ് ഗെറ്റിംഗ് ലോക്ക്. അപ്പോൾ നാട്ടിൽ പോയാലും ഇനി എനിക്കതെല്ലാം വെച്ചിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇറ്റ് ഇസ് കോൾഡ് 7 ചക്രാസ് ഓഫ് ലൈഫ്. ആ 7 ചക്രാസ് ഓഫ് ലൈഫ് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലിപ്പോൾ കുറച്ച് പർട്ടിക്കുലർ കളേഴ്സാണ് യൂസ് ചെയ്യണം. അതിൽ ആ കളർ മാറ്റാൻ പാടില്ല. ഓരോ ചക്രയും ഓരോ കളറിലാണ് ഇത് ചെയ്യുന്നത്. അത് കുറച്ച് മിത്തോളജിക്കലോ റിലീജിയസോ അല്ല. അത് കുറച്ചും കൂടെ മൈൻഡ്ഫുൾനെസ്, നമ്മുടെ യോഗ, അതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ് 7 ചക്രാസ്. അപ്പം ഞാനതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ആ വീഡിയോസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. സോ ദിസ് ഇസ് ഓൾസോ ഡൺ. ഓൾറൈറ്റ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെരി നെക്സ്റ്റ് വൺ ആണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യണം. ഈ ഒരു ലെയർ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമുക്കിത് കംപ്ലീറ്റ്. ഇനി അടുത്തത് ഞാൻ ഇതിൽ കൂടെ വരയ്ക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്കതിൻ്റെ പെന്നുകൊണ്ട് അതിന് ചെയ്യാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇത് വരച്ചിട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഹോപ്പ് ഞാൻ ഈ വീഡിയോസ് അയക്കുന്നതിൻ്റെ ഒപ്പം ഇമേജും കൂടെ അയക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് കാണുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നീളത്തിലുള്ള 6 ആക്സ് വരച്ച് പോവുക. ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ കുറച്ചൊന്ന് കുളമായിപ്പോയിരുന്നു. നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിവിടെ കൊണ്ടുവന്ന് അവസാനിച്ച സ്ഥിതിക്ക് അടുത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓപ്പോസിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്, ആ ഒരു സ്പൈറൽ പോലെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരും. കണ്ടോ? നമ്മളത് ഇങ്ങനെ പയ്യെ ഈ അറ്റം വരെ കൊണ്ടുവന്നു. മേക്ക് ഷുവർ അത് 2 സൈഡിലും തട്ടണം. ഇവിടെയും തട്ടണം, ഇവിടെയും മുട്ടണം. അത് മുട്ടാതെ വരാൻ പാടില്ല. ഇവിടെ എത്തി ഞാനത് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു വെച്ചു. ഇതിങ്ങനെ ഒരു സ്പൈറൽ പോലത്തെ ഒരു പ്രിൻ്റ് വന്നു. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ഡോട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ തന്നെ ചെയ്യാണ്.
കുഞ്ഞു ഡോട്ട് സെൻറ്ററിൽ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ യൂഷ്വലി ഫ്ലോറൽ പ്രിൻ്റുകളൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഇങ്ങനത്തെ പോലത്തെ സാധനങ്ങളാണ്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ കല്ലുകൾ അടുക്കി വെക്കില്ലേ, ആ കല്ലുകൾ അടുക്കി വെക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ മലയാളം റാ പോലെ അല്ലെങ്കിൽ ഓൻ്റെ ഒക്കെ ഒരു ഹാഫ്, ഒരു സി ഒക്കെ നമ്മൾ ഇടുന്ന പോലെ ഇട്ട് കൊടുക്കും. ഇത്ര. അപ്പോൾ അത് ത്രൂ ഔട്ട് ഇവിടെ ആദ്യം ഒന്ന്, പിന്നെ നമുക്കൊരു 2 എണ്ണം ഇടാം, പിന്നെ ഒരു 3 എണ്ണം നമുക്ക് എത്ര എണ്ണം ഇടാൻ പറ്റുന്നുണ്ടോ അത്ര എണ്ണം നമുക്കത് ഇട്ടിട്ട് കൊടുക്കാം. നമുക്ക് 3 എണ്ണം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 5 എണ്ണം ബാക്കിയുണ്ട്. എനിക്ക് ആ ഒരു ഫ്ലോ കറക്റ്റായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നായിട്ട് ചെയ്താൽ മതി. പിന്നെ മണ്ടലയൊക്കെ വരയ്ക്കുമ്പോൾ പെട്ടെന്ന് വരച്ച് തീർക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. പെട്ടെന്ന് വരച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ആ ഒരു പേർപ്പസ് മീറ്റ് ചെയ്യില്ല. ഇതിങ്ങനെ സ്ലോ ആയി നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു റൗണ്ടും കൂടെ ഇനിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫൈനലൈസ് ചെയ്ത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ആ ബ്ലാക്ക് ഇത്ര ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് കാണും. നെക്സ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്, നമ്മളെല്ലാ പെയിൻറ്റിങ്ങുകളിലും ചെയ്യുന്നത് തന്നെയാണ്. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഫേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഇത്തിരി അടുത്തോട്ട് വെച്ചല്ലേ, ഫസ്റ്റ് ലാസ്റ്റ് ലെയറിൻ്റെ ആ ഒരു ലൈനും കൂടെ ഞാൻ വരച്ചു. നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ലൈൻ നമ്മളിപ്പോൾ പെർഫെക്റ്റായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് 1
ഇതിങ്ങനെ ട്രയാങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വീതിയില്ല, ഒരു മീഡിയം വീതിയൊക്കെ വരുന്ന രീതിയിൽ ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് മൊത്തം വരച്ചു. ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്സ് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ ട്രയാങ്കിൾസ് കൊടുക്കുകയാണ്. ചലോ, ഇനി നമ്മൾ രണ്ട് സൈഡും ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളൊരു ബ്ലൂ കൊടുക്കാം. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല, കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര കളർഫുൾ പോലെയാവും. അപ്പോൾ ഇത്രയും ഞാൻ കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഇവിടെയും കൂടെ നമ്മളിവിടെ കൊടുത്ത് ലൈലാക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളർ കൊടുക്കും.